കഥ അച്ഛൻ എന്ന സ്വപ്നം ഭാഗം 35. രചന ശാലിനി ഇ. കാർത്തി വിളിച്ചു കൂവിയ സത്യങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ് ബദ്രി. കാർത്തിയുടെ അന്നത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ടെന്നോണം ബദ്രിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവനെ ചേർത്ത് പിടിക്കേണ്ടിയിരുന്ന സമയത്ത് താനത് ചെയ്തില്ലല്ലോ എന്ന ചിന്തയിൽ അവന്റെ നെഞ്ചിടം വിങ്ങി. ഹോസ്പിറ്റലിൽ കാർത്തി വന്നു എന്നത് പുതിയൊരു അറിവായിരുന്നു സത്യപ്രതാപന്. അവനെ നന്നായിട്ട് അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അവനൊരിക്കലും നുണ പറയില്ലെന്ന് അയാൾക്കറിയാം. മനസ്സിലൊരു ഭാരമുണ്ടായിരുന്നു. സ്വന്തം അമ്മയെ ഒരു നോക്ക് കാണാൻ കഴിയാത്ത മകനാണല്ലോ കാർത്തി എന്നോർത്ത്. അതിന്റെ പേരിൽ മഹിയോടും തനിക്ക് ഈർഷ്യമുണ്ടായിരുന്നു. എന്നാൽ ആ ഭാരം നീങ്ങിയതിൽ അയാൾക്കൊരു ആശ്വാസം തോന്നി. തന്നോട് പറയാനുള്ളതെല്ലാം പറഞ്ഞ് സീറ്റിൽ ചാരിക്കിടക്കുന്നവന്റെ നേർക്കായിരുന്നു ബദ്രിയുടെ നോട്ടം. അവൻ അറിയാതെ തന്നെ അവന്റെ കാലുകൾ കാർത്തിക്കരിയിലേക്ക് ചലിച്ചു. കാർത്തിയോട് ചേർന്നിരുന്നു കൊണ്ടവൻ അവന്റെ തലയ്ക്ക് മീതേക്ക് തന്റെ തല ചേർത്ത് വെച്ചു. കാർത്തി, എല്ലാം എന്റെ തെറ്റാണ്. അമ്മയെ കാണാൻ ഇഷ്ടമില്ലെന്ന് പറയുന്ന നിന്നെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ. അന്നെല്ലാം ഞാൻ എത്ര തവണ നിന്നോട് കെഞ്ചി പറഞ്ഞിട്ടുണ്ട് അവരെ ഒന്ന് കാണാൻ, അവരോടൊരു വാക്ക് വീട്ടാൻ. അപ്പോഴെല്ലാം നീ പറയുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അമ്മയെ നിനക്ക് അറപ്പാണ്, വെറുപ്പാണെന്ന്. ആ നിമിഷം അത്രേ ഞാൻ ചിന്തിച്ചുള്ളൂ. ആന്റിയുടെ കാര്യം പറഞ്ഞ് ഞാൻ വിളിക്കുമ്പോൾ നീ പൊട്ടിത്തെറിക്കുമെന്ന് കരുതി. കാർത്തി, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ നീ എതിർത്താൽ പോലും നിന്നെ നിർബന്ധിച്ചുകൂടെ കൊണ്ടുപോകേണ്ടവനായിരുന്നു ഞാൻ. എന്നോട് ക്ഷമിക്കണം. കാർത്തി ഒന്നും മിണ്ടാതെ വരാന്തയുടെ അറ്റത്തേക്ക് മെയ്കൾ പായിച്ചു. ഇനി എൻ്റെ അടുത്ത് നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും ഞാൻ. അപ്പോഴും മിണ്ടാതിരുന്നവൻ നിറഞ്ഞ കണ്ണുകളുടെ മുഖം തിരിച്ച് ബദ്രിയെ നോക്കി. സത്യം? ബദ്രിയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. എനിക്ക് പറയാനുണ്ട് ഒരുപാട്. ഇത്രയും ദിവസം നീ പോലും തിരിഞ്ഞു നോക്കാതെ ഞാൻ ഒറ്റപ്പെട്ട്. നിനക്കറിയാമോ, നീയല്ലാതെ എനിക്ക് വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലെന്ന്. അവൻ വലത് തോളുയർത്തി വലത്തെ കണ്ണ് തുടച്ച്, അതിനുശേഷം ഇടത് തോളുയർത്തി ഇടത്തെ കണ്ണും തുടച്ചു. അന്നെന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം നീ എൻ്റെ അരികിൽ വന്നിട്ടുണ്ടോ? നീ വീട്ടിൽ വരുന്നതും അച്ഛനെ കാണുന്നതും പോകുന്നതും എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിലെ വിങ്ങൽ കാണാൻ നിനക്ക് കണ്ണുണ്ടായില്ല. കാർത്തി, നീ ഹോസ്പിറ്റലിൽ പോയി അമ്മയെ കണ്ടു വന്നിട്ടുള്ള കിടപ്പായിരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇനി ഞാനുണ്ട് നിന്റെ കൂടെ. ഇപ്പോ നദി ഒന്ന് സുഖപ്പെടട്ടെ. ഓഫീസിൽ എന്തോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കാർത്തിയുടെ അച്ഛനോടുള്ള സംസാരത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ടെങ്കിലും അതെന്താണെന്ന് ബദ്രി മനഃപൂർവ്വം ചോദിച്ചില്ല. നദിയുടെ റിലേറ്റീവ്? ICUവിന്റെ വാതിൽ തുറന്ന് ഒരു നേഴ്സ് പുറത്തു വന്ന് വിളിച്ചതും കാർത്തിയുടെയും ബദ്രിയുടെയും സംസാരം ശ്രദ്ധിച്ചിരുന്ന സത്യപ്രതാപൻ നേരെ അങ്ങോട്ടോടി. പിന്നാലെ കാർത്തിയും ബദ്രിയും. നദിക്ക് കുഴപ്പമില്ല, ഉച്ചയ്ക്ക് മുൻപേ റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. റിലേറ്റീവ്സ് ആരെങ്കിലും ഡോക്ടറെ ഒന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ന്യൂറോ സർജനാണ് ഡോക്ടർ തോമസ് ജോൺ. അദ്ദേഹം ക്യാബിനിലുണ്ട്, അവിടേക്ക് ചെന്നോളൂ. കാർത്തിയുടെയും ബദ്രിയുടെയും നേർക്ക് മാറി മാറി നോക്കിക്കൊണ്ടാണ് നേഴ്സ് പറയുന്നത്. ഓക്കെ, കണ്ടോളാം. ബദ്രി, വാ പോയി നോക്കാം. കാർത്തി ബദ്രിയെ വിളിച്ചുകൊണ്ട് മുന്നേ നടന്നു. സർ. നേഴ്സിന്റെ പിൻവിളി. പിന്നിലായിരുന്ന ബദ്രി തിരിഞ്ഞു നോക്കി. സർ, സിംഗർ ബദ്രിനാഥനല്ലേ? അതെ. ഈ വേഷത്തിൽ കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല. ഓ, അപ്പോ വേഷത്തിനാണ് കുഴപ്പം. മനസ്സിലായിരുന്നെങ്കിൽ ചിലപ്പോൾ പൂത്താലം എടുത്തേനെ. മനസ്സിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ബദ്രി കാർത്തിയുടെ പിന്നാലെ ഓടി. അച്ഛനോട് ഇരിക്കെ, ഞങ്ങളിപ്പോ വരാം. ഓടുന്നതിനിടയിൽ ബദ്രി സത്യപ്രതാപനോട് വിളിച്ചു പറഞ്ഞു. ഒരു മിനിറ്റ് നീ ഇവിടെ ഫോണും നോക്കി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക്, ഞാനിപ്പോ വരാം. ലിഫ്റ്റ് ഇറങ്ങി താഴെ എത്തിയതും ബദ്രിയെ ഒരു മൂലയിലേക്ക് നീക്കി നിർത്തിക്കൊണ്ട് കാർത്തി പറഞ്ഞു. എന്തിനാണെന്ന് ചോദിക്കുന്നതിന് മുമ്പേ കാർത്തി ഓടിക്കഴിഞ്ഞിരുന്നു. അധികം താമസിച്ചില്ല. പെട്ടെന്ന് തന്നെ അവൻ തിരികെ എത്തി. കയ്യിൽ ഒരു മാസ്കും ഉണ്ടായിരുന്നു. സെലിബ്രിറ്റികൾ പുറത്തിറങ്ങി നടന്നാൽ കൂടെ നടക്കുന്നവർക്കാണ് അതിന്റെ ഏനക്കേട് മുഴുവൻ. അത് പറഞ്ഞുകൊണ്ട് കാർത്തി മാസ്ക് അവന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. സത്യം പറഞ്ഞാൽ ബദ്രിക്ക് അതൊരു ആശ്വാസമായി തോന്നി.
അവൻ വേഗം മാസ്ക് എടുത്തു വെച്ചു. ഡോക്ടർ തോമസ് ജോണിന് ഒപിയുള്ള ദിവസമായിരുന്നു അന്ന്. നല്ലൊരു നിര തന്നെ ഉണ്ടായിരുന്നു ക്യാബിനിന്റെ മുന്നിൽ. നീ ഇവിടെ നിൽക്ക്, ഞാൻ സിസ്റ്ററോട് പറയാം. കാർത്തിയെ അവിടെ നിർത്തി ബദ്രി ഡോക്ടറുടെ റൂമിന് മുന്നിലേക്ക് ചെന്നു. ഇപ്പോ ബദ്രിയുടെ വേഷവും അവന്റെ മാസ്കും കൂടി ആയപ്പോൾ അവനൊരു സെലിബ്രിറ്റി ആണെന്നേ ആരും പറയില്ല. സിസ്റ്റർ ICUവിൽ കിടക്കുന്ന നദിയുടെ റിലേറ്റീവാണ്. ഡോക്ടറെ ഒന്ന് കാണാൻ ഇപ്പൊ വിളിക്കാം. ദയവൊന്നുമില്ലാതെ മറുപടി. എന്തു പറഞ്ഞു? ഇപ്പൊ വിളിക്കും. ബദ്രി പറഞ്ഞു തീർന്നില്ല, നദിയുടെ ബന്ധുക്കളെ വിളി വന്നു. രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ഡോക്ടറുടെ ക്യാബിനുള്ളിലേക്ക് പോയത്. സർ, ഇരിക്ക്. കാർത്തിയെ കണ്ടതും ഡോക്ടർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. എന്താണ് നദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ? കസേരയിലേക്ക് ഇരിക്കുന്നതിനിടയിൽ കാർത്തി ചോദിച്ചു. തലവേദനയുടെ രൂപത്തിൽ കാണിച്ചു തന്നത് നന്നായി, അല്ലെങ്കിൽ അതൊരു വലിയ പ്രോബ്ലമായി മാറുമായിരുന്നു. കർത്താവ് രക്ഷിച്ചു. ബ്ലഡ് അലിഞ്ഞു പോയപ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ടാവും. ആള് മഴക്കത്തിലാണ്. 2 ദിവസം എന്തായാലും ഇവിടെ കിടക്കട്ടെ, അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാം. ഇനി ആ ഭാഗം തട്ടോ മുട്ടോ ഉണ്ടാവാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അപകടകരമായ അവസ്ഥയാകുമായിരുന്നു അവിടെ നിന്നാണ് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്നത്. ആ കുട്ടി സാറിന്റെ ആരാണെന്നാണ് പറഞ്ഞത്? അനിയത്തി. മഹാദേവൻ മാസ്റ്റർക്ക് സാർ ഒരേ ഒരു മകനല്ലേ? റിലേറ്റീവ് ആരെങ്കിലും ആയിരിക്കുമല്ലേ? ഓക്കെ, എന്തായാലും ശ്രദ്ധിക്കൂ. ഡോക്ടറുടെ ക്യാബിനിൽ നിന്നും തിരിച്ചിറങ്ങുമ്പോൾ രണ്ടുപേരുടെയും മുഖത്ത് ആശ്വാസ ഭാവമായിരുന്നു. വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ സത്യപ്രതാപനും ആശ്വാസമായി. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവില്ലേ? ഞാൻ ഓഫീസിലേക്ക് പോയിക്കോട്ടെ. കാർത്തി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും ബദ്രി തലയാട്ടി. അച്ഛൻ പോയതും അവൻ ഫോണെടുത്ത് ചിലങ്കയെ വിളിച്ചു. ഇവിടുത്തെ വിവരങ്ങളെല്ലാം വിശദമായി പറഞ്ഞതിന് ശേഷം അവളോട് ഇങ്ങോട്ട് വരാനും പറഞ്ഞു. മറ്റന്നാൾ രാവിലെ ചില്ലോ ഹോസ്റ്റലിൽ പോയില്ലേ? വെറുതെ ഇവിടെ നിർത്തണോ? പിന്നെ ആര് നിൽക്കും? കാർത്തിയുടെ ചോദ്യത്തിന് ബദ്രി തിരിച്ചു ചോദിച്ചു. പകൽ ഞാൻ നിൽക്കാം, രാത്രി ആരെങ്കിലും കണ്ടെത്താം. പകൽ നീ നിൽക്കുക എന്നത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും കാർത്തി? അവളുടെ ചിന്തകളിൽ പോലും നീ അവളുടെ ആരുമല്ല. അവളുടെ ആരുമല്ല എന്ന ബദ്രിയുടെ വാക്കിൽ ഒന്നുലഞ്ഞുപോയി കാർത്തി. നീ വേദനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാനൊരു സത്യം പറഞ്ഞതാണ്. എന്തായാലും പകൽ ചില്ലു നിൽക്കട്ടെ, രാത്രിയിൽ നമുക്കൊരാളെ കണ്ടെത്താം. ആരെയും കിട്ടിയില്ലെങ്കിൽ വീട്ടിലെ സെർവന്റ് ചീതച്ചേച്ചിയെ വിളിക്കാം. നോക്കട്ടെ ആരെങ്കിലും കിട്ടുമോ എന്ന്. സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ ചിലങ്കയെത്തി. അവളുടെ മുഖത്ത് നല്ല സങ്കടമുണ്ടായിരുന്നു. നദിയെ തനിച്ച് കിടത്തിയതിന്റെ പേരിലും അച്ഛന്റെയും അമ്മയുടെയും ഫോൺ സൈലന്റ് വെച്ചതിന്റെ പേരിലും അവൾ നന്നായി വേദനിക്കുന്നുണ്ടെന്ന് തോന്നിയതിനാൽ ബദ്രി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ചിലങ്കയെ ICUവിൽ മുന്നിൽ ഇരുത്തിയതിനു ശേഷം രണ്ടുപേരും ചായ കുടിക്കാൻ ക്യാൻറ്റീനിലേക്ക് പോയി. തിരിച്ചു വരുമ്പോഴാണ് പുലർച്ചെ തന്നെ വഴക്ക് പറഞ്ഞ കാഷ്വാലിറ്റിയിലെ സിസ്റ്ററെ ബദ്രി കാണുന്നത്. കാർത്തി കാഷ്വാലിറ്റിയിൽ നിന്നും എനിക്ക് കിട്ടിയ പ്രതികരണം അത്ര നല്ലതായിരുന്നില്ല. അതിനെക്കുറിച്ച് 2 വാക്കെങ്കിലും നീ പറയേണ്ടത് അത്യാവശ്യമാണ്. ഇതൊരു സൗകര്യങ്ങളേറെയുള്ള ഹോസ്പിറ്റലല്ലേ? ആവശ്യത്തിനുള്ള ചികിത്സ സഹായം കിട്ടിയില്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് ബോർഡ് തൂക്കി ഇരിക്കുന്നത് എന്തിനാ? ബദ്രി പറഞ്ഞത് കാര്യമുണ്ടെന്ന് കാർത്തി മനസ്സിലോർത്തു. നീ വാ. കാർത്തി ബദ്രിയെയും കൊണ്ടുപോയത് ഹോസ്പിറ്റലിലെ അവന്റെ പ്രൈവറ്റ് റൂമിലേക്കാണ്. തനിക്കെതിരെയുള്ള ചെറിയിൽ ബദ്രിയെ ഇരുത്തിയതിനു ശേഷം അവൻ ഫോണെടുത്ത് സൂപ്രണ്ടിനെ വിളിച്ചു. സൂപ്രണ്ട് ലക്ഷ്മണൻ വേഗം കാർത്തിയുടെ മുന്നിൽ ഓടിയെത്തി. എന്താ സാർ? ഇന്നലെ രാത്രിയിൽ കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്നവരെ എല്ലാം വിളിക്കൂ. മുറുകിയ മുഖത്തോടെ ഇരിക്കുന്ന കാർത്തിയെ കണ്ടപ്പോഴേ
ഇതത്ര പന്തിയല്ലെന്ന് ലക്ഷ്മണന് തോന്നി. അയാൾ ഫോണെടുത്ത് കാഷ്വാലിറ്റിയിലുള്ള എല്ലാവരോടും MD-യുടെ പ്രൈവറ്റ് റൂമിലേക്ക് വരാൻ പറഞ്ഞു. അധികം താമസിയാതെ അവരെല്ലാം കാർത്തിയുടെ മുന്നിൽ നിരന്നു നിന്നു. അവർക്കിടയിൽ തന്നോട് കയർത്തു പറഞ്ഞവളെ ബദ്രി നോട്ട് ചെയ്തു വെച്ചു. എല്ലാവരോടുമായി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതിനാണ് എല്ലാവരെയും വിളിപ്പിച്ചത്. ഇന്നലെ തലവേദനയായി നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന പേഷ്യന്റിന്റെ റിലേറ്റീവിനോട് ഇവിടെ ഡോക്ടർമാരില്ലാത്തത് കൊണ്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആരാണ് പറഞ്ഞത്? അവന്റെ മുഴക്കയുള്ള ശബ്ദം അവിടെ മുഴങ്ങിയിട്ടും ആരും മറുപടി പറഞ്ഞില്ല. മേശപ്പുറത്ത് കൈമുഷ്ടി ചുരുട്ടി അമർത്തി ഒന്നിടിച്ചുകൊണ്ട് കാർത്തി തന്റെ ദേഷ്യം പ്രകടിപ്പിച്ചു. പറഞ്ഞാർ ആരായാലും മുന്നിലോട്ട് വരാം, ഇല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ റിലേറ്റീവ് ഇവിടെ ഇരിക്കുന്നുണ്ട്, അയാൾ പറഞ്ഞയാളിനെ ചൂണ്ടിക്കാണിച്ചു തരും. ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒരുവൾ മുന്നോട്ട് നീങ്ങി വന്നു. സാർ, ഞാനാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ എന്നോട് ഡ്യൂട്ടി ഡോക്ടർ ആവശ്യപ്പെടുകയായിരുന്നു. ഈ കൂട്ടത്തിൽ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടോ? ഇല്ല, അദ്ദേഹത്തിന് നൈറ്റ് ആണല്ലോ. ഓക്കെ, ഇന്ന് വൈകുന്നേരം എന്നെ കണ്ടതിന് ശേഷം ഡ്യൂട്ടിക്ക് കയറിയാൽ മതിയെന്ന് പറയണം. സൂപ്രണ്ട് തലകുലുക്കി. ഇനി എല്ലാവരോടുമായി ഒരു കാര്യം, കാഷ്വാലിറ്റിയിൽ രോഗികൾ എത്തിയാൽ ഡോക്ടർമാരില്ലാത്ത സമയമാണെങ്കിൽ ഡോക്ടർമാരെ വിളിക്കുക. വിളിച്ചിട്ട് അവർ വന്നില്ലെങ്കിൽ ആ വിവരം സൂപ്രണ്ടിനെ അറിയിക്കുക. സൂപ്രണ്ട് അതെന്നെ അറിയിച്ചോളും. ഈ സിസ്റ്റത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ ആരായാലും അവർക്ക് പിന്നെ ഇവിടെ ജോലി ഉണ്ടായിരിക്കില്ല. ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ് ആണ്. എല്ലാവർക്കും പോകാം. എല്ലാം കഴിഞ്ഞ് ICUവിന്റെ മുന്നിലെത്തിയപ്പോൾ ചിലങ്ക അവരെ കാണാതെ വിഷമിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. നദിയെ ഇപ്പോൾ റൂമിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ചായ കുടിക്കാൻ പോയതാണോ അതോ ചായക്കട നടത്താൻ പോയതാണോ? രണ്ടും, കാർത്തിയുടേതായിരുന്നു മറുപടി. എന്നിട്ട് എന്തായി, കച്ചവടമൊക്കെ കിട്ടിയോ? ഓടി. അവൾ കാർത്തിയെ കലിപ്പിച്ചൊന്ന് നോക്കി. അപ്പോഴേക്കും 2 സിസ്റ്റർമാർ നദിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. VIP റൂം തന്നെയായിരുന്നു നദിക്ക് വേണ്ടി കാർത്തി ബുക്ക് ചെയ്തത്. ബെഡിൽ ആകെ തളർന്നു കിടക്കുന്ന നദിയെ സങ്കടത്തോടെ നോക്കി നിന്നു കാർത്തി. അവളുടെ അടുത്ത് ചെന്നിരിക്കാനും അവളെ ആശ്വസിപ്പിക്കാനും അവനൊരുപാട് കൊതി തോന്നി. എന്നാൽ താൻ ഇപ്പോൾ അവളുടെ അരികിലേക്ക് ചെന്നാൽ അവൾക്കത് അരാജകത്വം തോന്നുമെന്നും കരുതിയതിനാൽ അവനൊരു അകലം പാലിച്ചു നിന്നു. എന്നാൽ ഇടയ്ക്കിടെ നദിയുടെ നോട്ടം കാർത്തിയിലേക്ക് തെന്നി വീഴുന്നുണ്ടായിരുന്നു. അന്ന് ICUവിനുള്ളിൽ അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ താൻ അറിയാതെ തന്നെ തഴുകിയ ആ മുഖമായിരുന്നു അവളുടെ മനസ്സിലപ്പോൾ. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.